ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ടുണ്ടാക്കിയെടുത്താലോ. 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ നമ്മൾ വേവിക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടുമല്ല വെള്ളം ഒഴിച്ചിട്ടുമല്ല കേട്ടോ. ഇതുപോലെ തന്നെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ തന്നെ വെന്തിട്ട് അതിലെ നെയ്യും കൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും കേട്ടോ. ചിക്കനിൽ തന്നെ ഓയിൽ ഇറങ്ങിയിട്ട് ഫ്രൈ ആയിക്കോളും. ഈ സമയം കൊണ്ട് നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി ഇത്ര നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിച്ച് കടുകും സ്പൈസസും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കാനായിട്ട് മറന്നു പോലെ. തക്കാളി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ടും കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് പിന്നെ തുറന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് കണ്ടോ, ചിക്കൻ നന്നായിട്ട് പെരണ്ടിരിപ്പുണ്ട്. ഇതിലേക്ക് ഈ മസാലയും ചേർത്ത് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി. മഴ ആയതുകൊണ്ട് കറിവേപ്പിലേക്ക് പോയില്ല കേട്ടോ.